എന്തുകൊണ്ട് ഷമീർ കുന്നമരം പക്ക ഫ്രോഡാണ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തി? അയാളുടെ സംസാരത്തിൽ നിന്നുള്ള അയാൾ ഒരു നന്മ ചെയ്യണ ആളാണ് നിങ്ങളെല്ലാം അയാൾ പ്രതികരിക്കേണ്ടത്. നിനക്ക് ഫസ്റ്റ് അല്ല, നിനക്ക് ആദ്യത്തെ വാണിങ്ങാ, ഓർത്തോ. നീയൊക്കെ പരമ ചറ്റയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടാ. നിനക്ക് എഴുതി വെച്ചോ. നീ ഞങ്ങൾ ഈ ചാരിറ്റി ഗ്രൂപ്പിൽ ഞങ്ങൾ ഇടപെട്ടു. അപ്പൊ ഈ ആപ്പിൽ കാലത്തൊരു ഫിഗർ കാണിക്കും, വൈകുന്നേരം കാണിക്കും. അപ്പൊ നമ്മൾ ഇവരോട് വിളിച്ചു ചോദിക്കും, ഓരോരുത്തർ ആൾ നമ്മുടേതായ ആളുകൾ, എടാ ഇതിലിപ്പോ 6 ലക്ഷം കാണിക്കുന്നു, ഇപ്പത്തെ 4.25 ലക്ഷം കാണിക്കുന്നു, പിറ്റേ ദിവസം കാലത്ത് 7 ലക്ഷം കാണിക്കും, പിറ്റേ ദിവസം താഴെ കാണിക്കും. അപ്പൊ അങ്ങനെ ആപ്പ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ആ ആപ്പിൽ എന്ത് സുതാര്യതയുള്ളത്? ശരിക്കും ഒരു സുതാര്യതയില്ല. ശ്രദ്ധിക്കുക, ഇവരെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ വരുത്തുക. കാരണം ഈ ജാതി എമൗണ്ട് ഒക്കെ ഇവര് എടുത്തു പോയിന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ അങ്ങനെ ചതി. അതുമല്ല, ഇത് ഏറ്റവും വലിയ ഇത് ഉണ്ടാക്കുന്ന കമ്മിറ്റിയാണ് ഇവർ ചൂഷണം ചെയ്യുക. അല്ല, അത് സംഭാവന കൊടുക്കല്ല, ചോദിച്ചു മേടിച്ചതാണല്ലോ. സംഭാവന പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ടാ. ഇവിടെ വന്ന് നാട്ടുകാരെ രണ്ടാക്കി വേർതിരിച്ചിട്ട് അതിൽ ഇറങ്ങിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. അത് വളരെ മോശമല്ലേ? മോശം പറഞ്ഞാൽ വളരെ മോശമല്ലേ? ഞങ്ങള് ജ്യേഷ്ഠനേമാരല്ലേ തമ്മിൽ തല്ലിച്ച് ആ ഒരു സിസ്റ്റത്തിലാണ് അയാള്. ബുദ്ധിമാനാണ് അയാള്. വക്കീലാന്ന് പറയുന്നുണ്ട്, LLB പാസ്സായാളോ അല്ലോ നമുക്കറിയാം, വക്കീലെന്നായാലും പറയുന്നുണ്ട്. പക്ഷെ അയാളെ ബുദ്ധി പറഞ്ഞ ക്രിമിനൽ മൈൻഡാണ് അയാൾ. ഇവിടെ അവരെന്താ ചെയ്തിച്ചാൽ ഈ ക്യാഷിന് ചോദ്യം വന്നപ്പോ ഞങ്ങളെ ഇവിടെ നാട്ടുകാരെ, പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റി ആളുകളെ 2 തട്ടിലാക്കാൻ ശ്രമിച്ചവർ. അയാൾ പറഞ്ഞു, ഞാൻ നന്മയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് എപ്പോ എടുത്താലും നന്മയ്ക്ക് വേണ്ടിയാ ചെയ്യും. നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആള് ഇങ്ങനെയല്ല പ്രതികരിക്കുക. വീട്ടിൽ നാളെ ഒരു അസുഖം വന്നാൽ ഞാൻ വരില്ല. ഇത് ഇവന്റെ വീട്ടില് ഭീഷണി. വീട്ടിൽ വന്ന് എന്നെ വരാതിരിക്കാൻ ദൈവം ഇതാക്കട്ടെ. ഗൾഫില് ജോലി ചെയ്യുന്ന ആളുകളെ തെറി പറയാ, അവിടെ വന്ന് അടിക്കും, ഇവിടെ വന്ന് ഇടിക്കും എന്നൊക്കെ പറയാ. വളരെ മോശപ്പെട്ട വോയിസുകൾ ഇടുക. കണക്കും കാര്യങ്ങളും ഇവർ ഈ 11 ഇപ്പോഴല്ലേ അറിയുന്നത്. ഈ 11 അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത് ഇവരാണ് ഇത് ചെയ്ത്. ഇതിലിപ്പോ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആ വീട്ടുകാരാണ് ശരിക്കും പെട്ടത്. എനിക്ക് തോന്നുന്നു ഈ 4 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തേക്ക് ആപ്പിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പൊ ഈ 79 ലക്ഷത്തിൽ നിന്ന് ഇത്ര അടിച്ചു മാറ്റിയ കോടികൾ പിരിക്കുന്നവർക്ക് എത്ര ലക്ഷങ്ങൾ അവർ അടിച്ച. പാവങ്ങൾക്ക് ഇതൊരു വലിയ അത്താണി തന്നെയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും വേണം. അപ്പൊ ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. സുതാര്യമായ ആളുകളെ ശ്രദ്ധിക്കുക. സുതാര്യം വാക്കിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിലും വേണം. നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കറുകപ്പുത്തൂരാണ്. ഒരു രോഗിക്ക് വേണ്ടി പണം പിരിക്കുമ്പോൾ പല ആളുകളും അതിൽ കോർഡിനേറ്റ് ചെയ്യും. സാധാരണ ആളുകളുണ്ടാവും, പണക്കാരുണ്ടാവും. ഇവരൊക്കെ രോഗി രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്, അല്ലാതെ ചാരിറ്റി പ്രവർത്തകൻ രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. നാട്ടുകാരനാണ്. ഷമീർ കുന്നമംഗലത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താ അഭിപ്രായമുള്ളത്? ഷമീർ കുന്നമംഗലത്തെ ആദ്യമൊക്കെ നമുക്ക് അവരെ കുറിച്ച് നല്ലൊരു അഭിപ്രായമായിരുന്നു. കാരണം പാവങ്ങളെ ഇതുപോലെ വളരെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് തിരിച്ചു നൽകുക എന്ന് പറഞ്ഞ. പക്ഷെ അത് കൂടുതൽ നമ്മൾ അറിഞ്ഞപ്പോ അവരെ കൂടുതൽ വാട്സപ്പ് ഇവിടെ അവരെന്താ ചെയ്തിച്ചാൽ ഈ ക്യാഷിന് ചോദ്യം വന്നപ്പോ ഞങ്ങളെ ഇവിടെ നാട്ടുകാരെ, പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റി ആളുകളെ 2 തട്ടിലാക്കാൻ ശ്രമിച്ചവർ. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന വോയിസുകൾ രഹസ്യമായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ പൊതുവെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 2 വിഭാഗമാക്കാൻ ശ്രമിച്ചു. അത് നടന്ന്, അതായത് പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു മഹലുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നം നിലനിന്നിരുന്നു. ആ നിലനിന്ന പ്രശ്നം ശരിക്കും വഷളാക്കാൻ വേണ്ടി ശ്രമിച്ചു. കൂടുതൽ വഷളാക്കാൻ തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ടല്ലോ, ഇഷ്ടം പോലെ വോയിസ് റെക്കോർഡുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് അതായത് ഓരോരുത്തര് രഹസ്യമായിട്ട് ഷമീർ കുന്നമംഗലത്തെ വോയിസ് ഇട്ടു, അവരെ ആളുകൾക്ക് വോയിസ് ഇട്ടു പറഞ്ഞിട്ട് അവരിങ്ങോട്ട് തിരിച്ച് അവർക്ക് ഇവരെ തമ്മിൽ തെറ്റിക്കാനും. നിങ്ങൾ എന്തായാലും നാട്ടുകാരാണല്ലോ. അപ്പൊ നാട്ടുകാരനാണ് പുറത്തു നിന്ന് വരുന്ന ഒരാള് ശരിക്കും കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ അറിഞ്ഞിരിക്കും. ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ ഈ വേറെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്നിച്ചിട്ട് ചോദ്യം വന്നപ്പോഴാണ് ഇത് കൂടുതൽ വഷളായത്. ഒന്നിച്ച് നിന്ന് ചോദ്യം വന്നപ്പോൾ കൂടുതൽ വഷളായത്. പിന്നീട് അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരുന്നു വെച്ചാല് വോയിസുകളിലും ലൈവുകളിലും ഇവിടെയുള്ള പൊതുവെ കറുകപ്പുത്തൂരുള്ള ജനങ്ങളെ പച്ചയ്ക്ക് പറയാച്ച തന്തക്ക് വിളിക്കുക, മോശപ്പെട്ട ഒരു പക്ക ഫ്രോഡായിട്ടാണ് ബോഡി ലാംഗ്വേജ് തന്നെ. എന്തുകൊണ്ട് ഷമീർ കുന്നമരം പക്ക ഫ്രോഡാണ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തി? അയാളുടെ സംസാരത്തിൽ നിന്നുള്ള അയാൾ ഒരു നന്മ ചെയ്യുന്ന ആളാണ് നിങ്ങളെല്ലാം അയാൾ പ്രതികരിക്കേണ്ടത്. ഒരു ലാഭത്തിന് വേണ്ടിയല്ല. ഇത് അയാള് നാളെ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് അയാള് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെയല്ല അത് പ്രതികരിക്കേണ്ടത്. അയാൾ പറഞ്ഞു, ഞാൻ നന്മയ്ക്ക് എപ്പോ എടുത്താലും നന്മയ്ക്ക് വേണ്ടിയാ ചെയ്യും. നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആള് ഇങ്ങനെയല്ല പ്രതികരിക്കുക. ഇയാള് വളരെ മോശം, കൊല്ലുന്ന വരെ വോയിസ് ഇട്ട വോയിസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരോട് കൊല്ലുന്നു പറഞ്ഞു? ഇവിടുത്തെ നാട്ടുകാരോട്. ഞങ്ങൾ അവിടെ വന്ന് ചെയ്യും. പിന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളെ, അറബികളെ എത്തിങ്ങാനയിലാക്കിയിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവന്റെ വീട്ടിൽ നാളെ ഒരു അസുഖം വന്നാൽ ഞാൻ വരില്ല.
ഇവന്റെ ഭീഷണി. വീട്ടിൽ വന്ന് എന്നെ വരാതിരിക്കാൻ ദൈവം ഇതാക്കട്ടെ അങ്ങനെ അങ്ങനെയൊക്കെ അതായത് നിങ്ങൾ പ്രതികരിക്കുമ്പോ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം വന്ന് നിങ്ങളെ കുടുംബക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് എന്നെ വിളിക്കാതിരിക്കട്ടെ എന്നല്ലേ? വളരെ മോശം. ഇതൊക്കെ എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് ഇതൊക്കെ കണ്ടിട്ടാണ് കൂടുതൽ ഇയാളോട് ദേഷ്യം വന്നത്. എനിക്ക് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനം കഴിഞ്ഞ് അന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് പോകുന്ന ആളാ. നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്തു, പരിപാടി കഴിഞ്ഞു. പിന്നീട് ഇത് വന്നപ്പോഴാണ് ഇയാളുടെ ഈ വോയിസുകൾ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളും നമ്മുടെ ഗ്രൂപ്പുകളിലും കറുകപ്പുത്തൂർ ഗ്രൂപ്പുകളിലൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഇയാളെ കൂടുതൽ ഇതറിഞ്ഞ് ഇത്രയും മോശപ്പെട്ട ഒരാളാണെന്നുള്ളത് അറിയാൻ കാരണം ഇതാണ്. ഈ പ്രതികരിക്കാനും കാരണം ഇതാ. ശരിക്കും ഒരു ഗുണ്ടാ സംഘം ശരിക്കും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തോന്നുന്നത് അവരുടെ സംസാരത്തിലും പ്രകൃതത്തിലൊക്കെ. പിന്നെ ഞങ്ങൾ കുറെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തിട്ട് കുറെ ഇയാൾ അവിടെ വീട്ടിൽ പോയിട്ട് തല്ലണം, ഇയാളെ വീട്ടിൽ പോകണമെന്നും മറ്റാളെ തെറി പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി ഇയാളും ഇങ്ങനത്തെ ഒരാളാണ്. ഇയാള് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്ക്. അല്ല, സാമ്പത്തിക ലാഭത്തിന് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഈ കയ്യിൽ നിന്ന് ഇപ്പോ 3-4 ലക്ഷം രൂപ അടിച്ചു മാറ്റി 4 ലക്ഷത്തിന് മുകളിലുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോ ഈ ലക്ഷം അടിച്ചു മാറ്റി 10 പേരുടെ കയ്യിൽ നിന്ന് 40 ലക്ഷം രൂപ വരും. സ്വാഭാവികമായിട്ട് സാമ്പത്തികം ഉണ്ടാകുമ്പോൾ ഗുണ്ടാ സംഘങ്ങൾ പിറകെ കൂടും. ഒരു കോക്കസ് ആണല്ലോ ഇത്. അല്ല, അത് സാമ്പത്തികമായിട്ട് ഗുണ്ടാ സംഘങ്ങൾ അങ്ങനെ ഒരു നാട്ടിൽ വന്നിട്ട് ഗുണ്ടായിസം കളിക്കാൻ പറ്റില്ലല്ലോ. അതിന് അവര് ചെയ്തത് പഴയ രാജാക്കന്മാരുടെ സിസ്റ്റം ചെയ്തത്. എന്ത് ഇംഗ്ലീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് രാജാക്കന്മാരെ വേർതിരിച്ചല്ലോ, തമ്മിൽ തല്ലിച്ച് ആ ഒരു സിസ്റ്റത്തിലാണ് അയാൾ. ബുദ്ധിമാനാണ് അയാൾ. വക്കീലാന്ന് പറയുന്നുണ്ട്, LLB പാസ്സായാളോ അല്ലോ നമുക്കറിയാം, വക്കീലെന്നായാലും പറയുന്നുണ്ട്. പക്ഷെ അയാളെ ബുദ്ധി പറഞ്ഞ ക്രിമിനൽ മൈൻഡാണ് അയാൾ. ഇവിടെ വന്ന് നാട്ടുകാരെ രണ്ടാക്കി വേർതിരിച്ചിട്ട് അതിലിറങ്ങിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. അത് വളരെ മോശമല്ലേ? മോശം പറഞ്ഞാൽ വളരെ മോശമല്ലേ? ഞങ്ങള് ജ്യേഷ്ഠനിയന്മാരല്ലേ? ഞങ്ങൾ ഈ നാട്ടുകാർ പറഞ്ഞ ജ്യേഷ്ഠനിയന്മാരല്ലേ? നാളെ ഞങ്ങൾ ഒരുമിച്ച് മരിച്ചാലും ജനിച്ചാലും കല്യാണങ്ങൾക്ക് ഒരുമിച്ച് കൂടേണ്ട ആളുകളെയാണ് അയാൾ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയത്. അത് ശരിയാണോ? ശരിയല്ല. ഒരു ചാരിറ്റി നേതാവിന് ചേർന്നതാണോ ശരിക്കും അത്? തീർച്ചയായും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് നല്ലതല്ലോ. ചാരിറ്റി എന്ന് പോട്ടെ, ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിക്ക് നല്ല പരിപാടിയല്ലേ? നിങ്ങളെ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് മൊത്തം ആ 2 കമ്മിറ്റികളെ മൊത്തം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു തെളിവൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്? തീർച്ചയായിട്ടും എല്ലാ തെളിവും ഞങ്ങളുടെ അടുത്തുണ്ട്. വോയിസുകളും ഒരുപാട് വോയിസുകളുണ്ട്. ഗൾഫില് ജോലി ചെയ്യുന്ന ആളുകളെ തെറി പറയാ, അവിടെ വന്ന് അടിക്കും, ഇവിടെ വന്ന് ഇടിക്കും എന്നൊക്കെ പറയാ. വളരെ മോശപ്പെട്ട വോയിസുകൾ ഇടുക. ഞാൻ ഈ ഷമീർ കുന്നമംഗലം എന്ന വ്യക്തിയെ ചാരിറ്റി ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് എന്തെല്ലാം ഒന്ന് പ്രിപ്പയർ ആവണം ജനങ്ങൾ ഒന്ന് പറയാം അങ്ങോട്ട് നോക്കിയിട്ട്. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള കാശുകൾ മുൻകൂട്ടി അവർ കണക്ക് പറയുന്നൊക്കെ പറയും. ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലാ ചാരിറ്റി ചെയ്യണം. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടാ. ഇവിടെ അടുത്തൊക്കെ ടീച്ചറൊക്കെ വലിയൊരു ചാരിറ്റി കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമില്ല. വളരെ ഭംഗിയായിട്ട് വൈൻഡ് അപ്പ് ചെയ്തിട്ടുള്ള കേസാ. ഇത് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പലവരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഇതുള്ള അറിയില്ലായിരുന്നു. ഇവരൊക്കെ നല്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ ഇവരായിട്ട് ടൈപ്പ് ഉണ്ടാക്കണം. കണക്കും കാര്യങ്ങളും. ഈ 11 ഇപ്പോഴല്ലേ അറിയുന്നത്. ഈ 11 അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത് ഇവരാണ് ഇത് ചെയ്തത്. ഇതിലിപ്പോ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആ വീട്ടുകാരാണ് ശരിക്കും പെട്ടത്. ഇവരുടെ ഇടയിൽ കിടന്ന് കുടുങ്ങുക. അത് ചെയ്ത് കൊടുക്കും ചെയ്ത് ഒന്നും പറയാനും പറ്റാത്തൊരു കണ്ടീഷൻ. നമ്മുടെ ജ്യേഷ്ഠനിയന്മാർ ആളുകൾ അവര് ആകെ കുടുങ്ങി. ഇത്തരം രീതിക്ക് തന്നെയാണ് നിങ്ങളുടെയൊക്കെ ശബ്ദം കുറയ്ക്കുന്നത്. അതായത് പാവപ്പെട്ട ഒരു രോഗിക്ക് നീതി കിട്ടാൻ വേണ്ടി നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ വിവാദം ഉണ്ടാക്കി വരുന്നു. നിങ്ങൾ ആ രോഗിയെ സംരക്ഷിക്കാൻ പോകാത്ത അവസ്ഥയിലേക്ക് എന്നെ തള്ളിവിടുന്നു എന്നുള്ള മനോഭാവം ഉണ്ടാക്കി വേർതിരിക്കലാണ് ഇവരെ സ്ഥിരം പരിപാടി. അതല്ല, ഇത് അവരുടെ സമ്പാദ്യത്തിന് ഭംഗം വരികയാണ്. അവരുടെ സമ്പാദ്യം ലക്ഷങ്ങൾ സമ്പാദ്യം വരുന്നതിന് ഭംഗം വരികയാണ്. അതിനാണ് അവര്. നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ലക്ഷം അടിച്ചു മാറ്റി. അറിവിൽ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു 4 ലക്ഷം രൂപയോളം അടച്ചു കേട്ടിട്ടുണ്ടാവും. പിന്നെ ഈ ആപ്പ് ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്ത് ആരാ വ്യക്തമല്ല. ഈ ASK ആപ്പിൽ വന്ന എമൗണ്ട് എത്രയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പറയുന്ന അത് പിന്നെ ഓടിക്കണം. അത് ഗവൺമെന്റ് അതിനുള്ള സംവിധാനങ്ങൾ ആലോചിച്ച് അവർ ഓഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ആപ്പിന്റെ റേറ്റ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ആപ്പിൽ പല സമയത്തും പല എമൗണ്ടാ പല ഫിഗറാ കാണിച്ചിരുന്നത്. കാലത്ത് അതെന്താണ് സംഭവം അത് പറയാം. അത് ഈ ഞങ്ങൾ ഇതിന്റെ ആപ്പ് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ചാരിറ്റി ഗ്രൂപ്പിൽ ഞങ്ങൾ ഇടപെട്ടു. അപ്പൊ ഈ ആപ്പിൽ കാലത്തൊരു ഫിഗർ കാണിക്കും, വൈകുന്നേരം കാണിക്കും. അപ്പൊ നമ്മൾ ഇവരോട് വിളിച്ചു ചോദിക്കും ഓരോരുത്തരാളും നമ്മുടേതായ ആളുകൾ. എടാ ഇതിലിപ്പോ 6 ലക്ഷം കാണിക്കുന്നു, ഇപ്പത്തെ 4.25 ലക്ഷം കാണിക്കുന്നു. പിറ്റേ ദിവസം കാലത്ത് 7 ലക്ഷം കാണിക്കും, പിറ്റേ ദിവസം താഴെ കാണിക്കും. അപ്പൊ അങ്ങനെ ആപ്പ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ആ ആപ്പിൽ എന്ത് സുതാര്യതയുള്ളത്? ശരിക്കും സുതാര്യതയില്ല. അതായത് ആപ്പിൽ ശരിക്കും നിങ്ങൾക്ക് കാണിക്കുമ്പോ 4.25 ലക്ഷം രൂപ കാണിച്ച് പിറ്റേ ദിവസം അത് നേരെ 3.25 ലക്ഷം രൂപ. അപ്പൊ വിഡ്രോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ 100% ഈ ആപ്പ് പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അല്ലേ? ആ. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുറയുന്നത്. ആ കൂടിയും കുറഞ്ഞുകൊണ്ട് കണ്ടുപിടിക്കാം. ഞങ്ങൾക്ക് സ്വയം ചെയ്യാം. ഞങ്ങൾക്ക് ഇപ്പൊ 5 രൂപ അയച്ചാലും അതിന്റെ ഫിഗർ താഴെ വരും. റഷീദ് 5 രൂപ അയച്ചു, അല്ലെങ്കിൽ നിങ്ങൾ 5 രൂപ അയച്ചു, 5 രൂപ അയച്ചു, അപ്പൊ എമൗണ്ട് ഇത്ര ഫിഗർ ശരി അതിങ്ങനെ കാണിക്കും. പക്ഷെ അത് ഞങ്ങൾക്ക് ഇങ്ങനെ എമൗണ്ട് ഞങ്ങൾ കൊടുക്കണ്ടല്ലോ, ചെക്ക് ഇതൊക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ എമൗണ്ട് കൊടുക്കുമ്പോഴും ഫിഗർ കൂടണില്ല കുറയണില്ല. അവസാനം കാണിച്ച ഫിഗറാണ് 79 സംതിങ്, എല്ലാം കൂടിയിട്ടുള്ള ഫിഗറാ. അപ്പൊ അതിൽ എത്ര വന്നു എന്നുള്ള വ്യക്തമല്ല. നിങ്ങൾക്ക് സംശയമാണ് ശരിക്കും. അതായത് അപ്പോ എനിക്ക് തോന്നുന്നു ഈ 4 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തേക്ക് ആപ്പിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ ഈ 79 ലക്ഷത്തിൽ നിന്ന് ഇത്ര അടിച്ചു മാറ്റിയ കോടികൾ പിരിക്കുന്നിടത്ത് എത്ര ലക്ഷങ്ങൾ അവർ അടിച്ചു. അല്ല, ആപ്പിന്റെ ഇദ്ദേഹത്തിന്റെ എന്താണ് പറയാ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയില്ലേ, അതിൽക്ക് 3 ലക്ഷം രൂപ സംഭാവന കൊടുത്തില്ലേ. അപ്പൊ ഓരോ രോഗിയുടെ കയ്യിൽ നിന്നും വീഡിയോ ഇടുന്ന സമയത്ത് ഈ ലക്ഷങ്ങള് ശരിക്കും പിരിവ് നടത്തേണ്ട ആവശ്യം എന്താ ശരിക്കും? അല്ല, അത് സംഭാവന കൊടുക്കല്ല, ചോദിച്ചു മേടിച്ചതാണല്ലോ. സംഭാവന പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ടാ. ചോദിച്ചു മേടിച്ചതല്ല, ഞങ്ങൾ ഇത്ര എടുത്തിരിക്കുന്നു പറഞ്ഞിട്ട് മേടിച്ചെടുക്കാണ്. അപ്പൊ അതാണ് പിടിച്ചു മേടിക്കുക, പിടിച്ചു പറയാന്ന് ഇതിന് പറയാണ്. അപ്പൊ ആ 3 ലക്ഷം രൂപ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കും എന്നായിരിക്കും നാളെ പറയണ്ടാവാ. പക്ഷെ അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. പക്ഷേ ഇത്തരം രീതിയിലേക്കുള്ള തട്ടിപ്പുകളൊക്കെ ഇത് സാധാരണക്കാരായ ആളുകളാണ്. ഇദ്ദേഹം സാധാരണക്കാരനാണ്, ഞാനൊരു സാധാരണക്കാരനാണ്. നമുക്ക് ശരിക്കും അതിന് ക്ലാരിറ്റി ആവശ്യമുണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ നമുക്ക് നേരിട്ട് ചോദിക്കാനുള്ള സംഭവമൊന്നുമില്ല, നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഇത്തരം ആളുകളൊക്കെ പറയുമ്പോൾ, ഒരു നാട്ടുകാരൻ തന്നെ ഇത്തരം രീതിയൊക്കെ പറയുമ്പോൾ, ഇനിയെങ്കിലും ഇത്തരം പരിപാടി, ഇത്തരം പറ്റിക്കൽ പ്രസ്ഥാനം, ഇത്തരം കൊള്ളയടി, ഇത്തരം കള്ളത്തരം എത്രയും പെട്ടെന്ന് ഷമീർ കുന്നമല നിർത്തിയ ഷമീർ കുന്നമലത്തിൽ വന്ന് കാര്യം എന്താ വെച്ചാൽ ആളുകൾ എടുത്ത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എയറിലാണല്ലോ അല്ലെ, അപ്പൊ എയറിൽ ഇട്ടുകൊണ്ടേയിരിക്കും. കാര്യം ഇത്തരം രീതിയിലുള്ള കള്ളത്തരങ്ങളൊന്നും ആരും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോന്റെ താഴെ കമന്റുകൾ ഉണ്ടാവും, മൈനസ് കമന്റുകൾ ഉണ്ടാവും. നമ്മൾ പറയുന്നത് ഒരു കൂട്ടം ആളുകൾ, ഇപ്പൊ ഇവന്റെ ടീമുകൾ തന്നെ വന്ന് പറയാൻ എന്താ, ഞങ്ങള് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആൾക്ക് ചികിത്സ നിഷേധിക്കാൻ രീതിയിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ പോകും എന്നാ പറയാ. ചികിത്സ നിഷേധിക്കരുത്, ഒരു കാരണവശാലും ഒരാൾക്ക് സഹായം കിട്ടരുതെന്ന് പറയില്ല. പക്ഷെ ആ സഹായം അയച്ചു കൊടുക്കുന്ന ആളുകൾ പാവപ്പെട്ടവരും പണക്കാരും എല്ലാം ഉണ്ടാവും. അത് നിശ്ചിതമായി ആ വ്യക്തിക്ക് സംഭാവന ചെയ്യുന്ന എന്റെ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്, ആ രോഗിക്ക് ചെയ്യുന്ന സാധനമാണ്. അത് ഇന്നോവയൊക്കെ വാങ്ങിയത് ഒന്നും പറയാനില്ല നമുക്ക്. അതിലപ്പുറത്തേക്ക് ഇനി ഇദ്ദേഹത്തെ ചാരിറ്റി ചെയ്യാൻ വിളിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്, അങ്ങോട്ട് പറയാം. ചാരിറ്റി ചെയ്യുന്ന ആളുകളോട് ഇവർ ശ്രദ്ധിക്കുക, ഇവരെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ വരുത്തുക. കാരണം ഈ ജാതി എമൗണ്ട് ഒക്കെ ഇവര് എടുത്തു പോയിന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ അങ്ങനെ അതുമല്ല, ഇത് ഏറ്റവും വലിയ ഇത് ഉണ്ടാക്കുന്ന കമ്മിറ്റിയാണ് ഇവർ ചൂഷണം ചെയ്യുക. അതെ, അവരെ ശ്രദ്ധിക്കുക. ക്ലാരിറ്റി വേണം എന്ന് പറയുന്നത് ഈ കമ്മിറ്റി തന്നെയാണ് ഇവർ ചൂഷണം ചെയ്യുക. അല്ല, ക്ലാരിറ്റി വേണം, അത് കമ്മിറ്റി ഉണ്ടായാൽ നടക്കില്ല. അതായത് ക്ലാരിറ്റി വേണമെങ്കിൽ കമ്മിറ്റി വേണം, ആ കമ്മിറ്റിയെ തന്നെ കൊള്ളടിക്കുക. അതാ പറയണ. അവർ വിട്ടുപോയിപ്പോ ഈ എമൗണ്ട് അവർക്ക് അറിയില്ലായിരുന്നു, ഇത് ഇങ്ങനെ ഒരു സിസ്റ്റം അറിയില്ലായിരുന്നു. അവരും കുടുങ്ങിപ്പോ. അവരും ഞങ്ങളുടെ നാട്ടുകാരാ, പാവങ്ങളാണ്, മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി മാറിയെടുക്കണം. അവരും കുടുങ്ങി. അപ്പൊ അതാ പറഞ്ഞു, നല്ല ശ്രദ്ധിക്കുക. ഏത് നാട്ടിലവർ വിളിക്കുമ്പോ നമുക്ക് ഇത് സംഭാവന നിർബന്ധമായിട്ട് വേണം. അപ്പൊ അതിനുശേഷം ഞങ്ങൾ വേറൊരാൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ സംഭാവന ഇതൊരു പാവങ്ങൾക്ക് ഇതൊരു വലിയ അത്താണി തന്നെയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും വേണം. അപ്പൊ ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, സുതാര്യമായ ആളുകളെ ശ്രദ്ധിക്കുക. സുതാര്യം വാക്കിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിലും വേണം. അത് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പ്രത്യേകിച്ച് വിളിക്കാൻ ശ്രമിക്കുക. ഷമീർ കുന്നമംഗലം പാലക്കാട് ജില്ലയിൽ നിന്നും 3 ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഡിവൈഎസ്പിയുടെ ചോദ്യം ചെയ്യലിനെ തുടർന്നാണ്. അതായത് അദ്ദേഹം ആദ്യം നിഷേധിച്ചു, പിന്നെ പറഞ്ഞത് വാങ്ങിയിട്ടുണ്ട്, എൻ്റെ സുഹൃത്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പറ്റിപ്പ് പ്രസ്ഥാനം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് എന്താണ് പറയാ, ക്ലാരിറ്റി വേണം എന്നൊക്കെ ഘോരം പ്രസംഗിക്കുമ്പോൾ ഇതിൽ ക്ലാരിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സംഭവം നിർത്തിപ്പോണം എന്നുള്ളതാണ്. അത് കാര്യം ആളുകളില്ലെങ്കിൽ എടുത്ത് എയറിലിടും. ഇതിനപ്പുറത്തേക്കൊന്നും നമുക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം.